ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് നമ്മൾ നോക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് ദ മൂൺ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ, അതോടൊപ്പം തന്നെ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പർപ്പസ്ഫുള്ളി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരു വ്യക്തിയായിട്ടല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് വളരെയധികം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്കൊരു വാല്യൂ തരികയും അതുപോലെ അവരുടെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തികൾ തന്നെയാണ്. അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് അവർ കണ്ടിരുന്നു. ഏറ്റവും ഒരു പ്രീഷ്യസ് ആയ ഒരു ഗിഫ്റ്റ് കിട്ടിയ രീതിയിലായിരിക്കാം അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന സമയത്ത്. അപ്പോൾ ഇത്തരത്തിൽ എനർജി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു സ്നേഹവും നിങ്ങളോട് ഇല്ലാത്ത ഒരു വ്യക്തിയല്ല. അവര് ഒരു സമയത്ത് ഇവർക്ക് നിങ്ങള് എല്ലാമായിരുന്നു, അതായത് അവരുടെ ലൈഫിൽ എല്ലാമായിരുന്നു നിങ്ങൾ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വാല്യൂ തന്നിട്ടുണ്ട്, നിങ്ങളെ അവരത്ര റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിൽ എല്ലാമായിട്ട് കണ്ടിട്ടുമുണ്ട്. മേ ബി അവരുടെ ഫാമിലി മെമ്പർ ആയിട്ട് വരെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പേഴ്സൻ്റെ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതേപോലെ തന്നെ അവർക്കിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത് എന്താണ് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളുമായിട്ട് വളരെ ശക്തമായ രീതിയിൽ വീണ്ടും ഒരു തുടക്കം വേണമെന്ന് വളരെ കാര്യമായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സ് മുഴുവൻ അതാണ്, വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ എവിടെ വെച്ചാണോ ഇത് ബ്രേക്കപ്പ് ആയി പോയിരിക്കുന്നത് അവിടെ നിന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകണം, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ പ്ലാനിങ് മൊത്തം അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹെറോഫൻ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് അവർ വളരെയധികം മാനസികമായിട്ട് ആത്മാർത്ഥമായിട്ട് ഉള്ളൊരു സ്നേഹം അത്തരത്തിലുള്ള ഒരു ലവ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണുന്നത് ആ ഒരു രീതിയിലാണ്, നിങ്ങളോടുള്ള പ്രണയം അവരുടെ മനസ്സിലുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ്. പണ്ട് നമ്മൾ ഒരു ഫിസിക്കൽ അപ്പിയറൻസോ മറ്റെന്തെങ്കിലും ഒരു ക്വാളിറ്റീസോ ഒക്കെ നോക്കിയിട്ടാണ് ഇഷ്ടപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ രീതിയിലല്ല. കാരണം ഇവരുടെ മനസ്സ് മുഴുവൻ ഹൃദയം തുറന്ന, പരസ്പരം ഒന്നിനും വേണ്ടിയല്ലാത്ത ഒരു സ്നേഹം, എൻ്റെ അടുത്ത് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ അവരില്ല എങ്കിലും അവർ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റി അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഏതൊരവസ്ഥയിലാണെങ്കിലും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ലൈഫിൽ എന്ത് വേണമെങ്കിലും വരട്ടെ, ഇനി എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും വരാനില്ല, ആരെതിർത്താലും എനിക്ക് പ്രശ്നമില്ല, വീണ്ടും എനിക്കൊരു റീസ്റ്റാർട്ട് ചെയ്യണം. ഇത്തരത്തിലുള്ള എനർജീസ് തന്നെയാണ് ഓരോ കാർഡ്സിലും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവർക്ക് മനസ്സിൽ ശക്തമായിട്ടുള്ള ഇവർക്ക് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വകവെക്കാതെ ഇറങ്ങി വരണമെന്ന് അവര് ആഗ്രഹിക്കുന്നുമുണ്ട്. മേ ബി ഈ ഒരു വ്യക്തി ഒരു ഫാമിലി മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി വുമൺ ആയിരിക്കാം. കുട്ടികളൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ്
റിലേഷൻഷിപ്പിനകത്ത് പെട്ടുകിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഫാമിലി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരെ പുറകോട്ട് വലിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബന്ധുക്കളായിരിക്കാം. അങ്ങനെ അവർക്ക് തള്ളിക്കളയാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഏതൊക്കെയോ ചില വ്യക്തികളോ ഏതൊക്കെയോ ചില സാഹചര്യങ്ങളോ ആയിരിക്കാം അവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. എങ്കിലും സാരമില്ല, ഇത്രയും നാള് ചിലപ്പോൾ അവര് അതൊക്കെ പേടിച്ച് ഒരു സമൂഹത്തിനെ പേടിച്ചോ അല്ലെങ്കിൽ ഒരു ഫാമിലിനെ പേടിച്ചോ ഒക്കെ ഒന്ന് ഉൾവലിഞ്ഞ് നിന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴും അവർ വിചാരിക്കുന്നെങ്കിൽ സാരമില്ല, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം, എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവർക്ക് ഫാമിലിയിലെയൊക്കെ പേടിച്ചിട്ടായിരിക്കാം ഇവർ ഈ ഒരു കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് നാളിങ്ങനെ മാറി നിന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിനൊന്നും വയ്യാണ്ടായിരിക്കുകയാണ്. ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എത്രയും വേഗം നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, വേഗത്തിൽ ഒരു റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പഴയതുപോലെ ആകണമെന്ന് അവരുടെ മനസ്സുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ സോളാണ്. അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെയധികം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടാനായിട്ടോ ഒരു കാര്യം കിട്ടാനായിട്ടൊക്കെ സോള് ഇങ്ങനെ മനസ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് സോളിന് അതറിയാം അത് എന്താണ് ആഗ്രഹം എന്നത്. അത് ചിലപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കണമെന്നില്ല, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം, അങ്ങനെ ഉള്ള അവരുടെ ആ ഒരു വിചാരങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പഴയ നല്ല മുഹൂർത്തങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്, അത് ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയല്ലോ, ചിലപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുമെന്ന് അവർ വിചാരിച്ചിട്ടുകൂടി ഉണ്ടാവില്ല, അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല, ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കാഴ്ചകളിൽ വീണ്ടും കാണുന്നത് വളരെയധികം നഷ്ടപ്പെടലിന്റെ ഒരു വേദനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയി എന്ന് തന്നെ ആയിരിക്കാം അവരെ കരുതിയിട്ടുണ്ടാകുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പും ഇല്ലാതെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ കുറെ ഗ്യാപ്പായിട്ട് ബ്രേക്കപ്പിലായിട്ടുണ്ടാകാം. ചിലവർക്ക് കുറച്ച് മാസങ്ങളായിട്ട്, ചിലവർക്ക് കുറച്ച് ആഴ്ചകളും ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂടുതൽ ആളുകളെ നമുക്കിവിടെ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഗ്യാപ്പ് വന്നിട്ടുള്ള വ്യക്തികളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇവർക്ക് അവരുടെ മനസ്സിനകത്ത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇനി ഈ ഒരു വ്യക്തിയെ ഞാൻ കാത്തിരിക്കണമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടേതായ വഴി ചൂസ് ചെയ്ത് പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ ഓർത്ത് ഇവർ വളരെയധികം ഉത്കണ്ഠയിലാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഒട്ടും തന്നെ സഹിക്കാനായിട്ട് പറ്റാത്ത ഒരു ഫീലിങ്സ് ആണ് കാണുന്നത്. ഇമോഷണൽ പെയിൻ ആണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഒരു ആക്ഷൻ കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്, ചാരിറ്റ് കാർഡ്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതേ ഒരു സെയിം ഫീലിങ്സ് ഇവർ അനുഭവിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നലുകൾ ഉണ്ടാകുന്നോ, എന്ത് വിഷമങ്ങൾ ഉണ്ടാകുന്നോ, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആ വ്യക്തിക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അവരുടെ മനസ്സിലും ഒരു സോൾമേറ്റ് പോലെ ആയിരിക്കാം നിങ്ങളെ അവർ കണ്ടിട്ടുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, അവരുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരല്ല നിങ്ങളെങ്കിലും ഫാമിലി ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരില്ലാത്തതിൽ നിങ്ങൾക്ക് ഒരു ട്രോമയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇവരും അത് അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ ചില സിറ്റുവേഷൻസും ചില വ്യക്തികളും മൂലമാണ് അവർക്ക് അതൊന്ന് പൊട്ടിച്ചെറിഞ്ഞ് വരാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് വരണം, അങ്ങനെ വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെ അവർ ഒരു ചിന്തിക്കുന്നുണ്ട്. ഇനി ഞാൻ അവിടെ നിന്നും പോന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വന്നുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിലാകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു വളരെയധികം ഒരു ടെൻഷനിലാണ് ഈ ഒരു വ്യക്തി. അത്രയധികം ഇവിടെ 3 ഓഫ് സോർട്സിന്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കത് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു ബ്രേക്കപ്പിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി തന്നെയാണ് എന്ന്.
അപ്പൊ ആ ഒരു തേർഡ് പാർട്ടിയുടെ ശക്തമായ ഇടപെടലാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു തകർന്നു പോകാനുള്ള കാരണമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇവർക്ക് നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയതിന്റെ ഒരു ട്രോമ ഇവരെ പല സമയങ്ങളിലും വല്ലാതെ വിഷമിപ്പിക്കുന്നു. അപ്പൊ അവർക്ക് പറയാനുള്ളത് എത്രയും വേഗം ഇതൊന്ന് ന്യൂ ബിഗിൻ ചെയ്യണം, അല്ലെങ്കിൽ ന്യൂ സ്റ്റാർട്ട്, പുതിയൊരു തുടക്കം ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവര് നിങ്ങളുടെ അടുത്ത് എല്ലാം വലിച്ചെറിഞ്ഞ് ഓടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ, അതൊക്കെയാണ് അവർക്കൊരു പേടിയുള്ളത്. ചിലപ്പോൾ അവര് ഇപ്പൊ ആയിരിക്കുന്ന സ്ഥലത്തെ സാഹചര്യം കണക്കിലെടുക്കാതെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളും അവരെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പലവിധ ചിന്തകളാണ് അവർക്കുള്ളത്. അതായത് അവരിപ്പോ ഒറ്റയ്ക്ക് തന്നെയാണ്, മാനസികമായിട്ട് അവർ ഒറ്റയ്ക്കാണ്, അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ആകെ ഒരു ഏകാന്തതയാണ്, ഒന്നിനെയും ആരെയും അവർക്ക് വിശ്വാസമില്ല. അതുപോലെ തന്നെ ഒരു മനസ്സാണ് അവർക്കുള്ളത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ആരെയും വിശ്വസിക്കാത്ത, ഒന്നും വിശ്വസിക്കാത്ത, മൊത്തത്തിൽ തകർന്ന തരിപ്പണമായ രീതിയിലുള്ള ഒരു മനസ്സാണ് അവർക്കുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളും അവരെ ഒരു കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്ന ഒരു ഉറപ്പ് അവർക്കില്ല. കാരണം പൂർണ്ണമായിട്ടും ഒരു നോ കോണ്ടാക്ട് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സഫറിങ് ഇവിടെ വരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കുറച്ചെങ്കിലും ഒരു കോണ്ടാക്ട് ഉള്ള വ്യക്തികൾ ഈ ഒരു മാനസികാവസ്ഥ അവർക്ക് കാണാനായിട്ട് ചാൻസ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ എല്ലാമായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു കെയർ, പരിഗണന, ഒരു സംരക്ഷണം, അല്ലെങ്കിൽ അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഫ്രണ്ട്, എല്ലാ രീതിയിലും നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രണയത്തിനേക്കാൾ ഉപരിയായി അത്രയും ഒരു കെയറിങ് ഒക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയാകാനാണ് ചാൻസ്. ഒരു വളരെ എന്താ ഇപ്പൊ പറയാ, ഒരു ഡീപ്പായിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു പവിത്ര സ്നേഹം എന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കെയറിങ് ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു മൈൻഡ് അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് തുറന്നു കിട്ടുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ സ്വീകരിക്കാനും അവർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നു. നിങ്ങളുടെ കുറവുകളോട് കൂടി നിങ്ങളെ സ്വീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാനും അവർക്കിപ്പോ ഈ ഒരു സമയത്ത് കഴിയുന്നുണ്ട്. അവരുടെ മനസ്സ് തുറന്നു കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും വിഷമിക്കുന്നത് നിങ്ങളും ഈ ഒരു പെയിൻ അനുഭവിക്കുകയാണല്ലോ എന്നോർത്തിട്ട് അവർക്ക് നിങ്ങളോടും വളരെയധികം ഒരു സിമ്പതി ഉണ്ട്. അവർ അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതായത് അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുകയാണ് ആ ഒരു പഴയ കാലം തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന്. എത്രയും വേഗം ആ ഒരു സ്നേഹം കൈമാറാൻ പറ്റിയിരുന്നുവെങ്കിൽ, ഓടി വന്നൊന്ന് ഹഗ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ആ ഒരു അത്തരം എനർജി ഉള്ള ഒരു വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എത്രയും വേഗം തുറന്നു പറയാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് നിന്നുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. കൂടുതലൊന്നും ചോദിക്കാനും പറയാനും ഒക്കെ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും പരസ്പരം മിണ്ടാതെ ഇരുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ മിണ്ടാതെ ആയി പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കുള്ള കിട്ടിയിട്ടില്ല. സോ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണം, എല്ലാം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കണം എന്നൊക്കെ അവർ വളരെയധികം ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പല വിഷമങ്ങളുണ്ട്, ആരോടും തുറന്നു പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു പല കാര്യങ്ങളും ഓർത്ത് അവർ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇവിടെ ഇതൊന്ന് തുറന്നു പറയാനായിട്ട് ഈ ഒരു പേഴ്സണ് മറ്റാരുമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സൊല്യൂഷൻ ചോദിക്കാൻ പോലും ആരുമില്ല. ഈ ഒരു ടാരോട്ട് റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു നിയോഗമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണില്ല, എത്രയോ ആളുകളുണ്ട്, എല്ലാവരും ഇത് കാണാനായിട്ട് സാധിക്കുന്നില്ല എല്ലാവർക്കും. അപ്പോൾ അത് കാണാനായിട്ട് വിധിയുള്ളവരെ അത് കാണുകയുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഹീലിംഗ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പറയാനായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്ന വേറെ ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നൊക്കെ അറിയാനും റീഡിങ്ങിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ആശ്വാസം കിട്ടും. ഇതൊന്നും ഷെയർ ചെയ്യാൻ ആരുമില്ലെങ്കിൽ പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു സമാധാനം കിട്ടും. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊന്നും പറയാനായിട്ട് ആരുമില്ല.
അവർക്ക് ഈ ടാരോട്ട് റീഡിങ്ങിനെ പറ്റി ഒന്നും അറിയുകയുമില്ലായിരിക്കാം. ഇവർക്കിപ്പോൾ നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, തിരിച്ചു വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെ പല പേടികളുമുണ്ട്. വന്നു കഴിഞ്ഞാൽ എന്താകും എന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇവർക്ക് വരാനുള്ള ഒരു സമയം യൂണിവേഴ്സായിട്ട് കൊടുക്കും എന്നവർ വിചാരിക്കുന്നുമുണ്ട്. അവർക്ക് അതിന് നല്ല ഉറപ്പുണ്ട്. അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് പഴയതുപോലെ ആകാൻ സാധിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അന്ന് ഈ ഒരു റീജോയിനിങ് ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങളുടെ സ്നേഹം കൈമാറാം എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു സമയമായിരിക്കാം. ക്രേസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1988 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, ചെസ് കളിക്കാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 36, ലെറ്റർ പി. ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. 29, വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. 1995 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984, ചൈൽഡിഷ്, ലെറ്റർ O, ലെറ്റർ T, number 51, 1976, rider, true love, May month, മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 5, എക്സ്പെക്ട് മെറാക്കിൾസ്, ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത്, യെല്ലോ കളർ. ജൂലൈ മന്ത്, ഗവൺമെന്റ് സർവീസ്, ലെറ്റർ എ, സപ്പോർട്ടീവ്. 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഇസ് ഓഗസ്റ്റ് മന്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.